അല്ല എന്റെ പടച്ചോനെ, നിന്നെ നേരെ ചൊവ്വയെന്ന് കണ്ടോട്ടെ. ഇനി ഇതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിലോ? എന്നാ പറ്റിയേ? പോയി വീശി ഉള്ള വിളി കൂടി കളഞ്ഞു. ഉള്ള വിവരം അറിയുമ്പോ വെളിവ് പോകാൻ പോകുന്ന ആർക്കാന്നറിയാം. എന്നതാ? എറണാകുളത്ത് വന്നിറങ്ങുമ്പോ നീ വെറും പിച്ചക്കാരനാ, പിച്ചക്കാരൻ. ഇപ്പൊ കോടീശ്വരനാ, കോടീശ്വരൻ. അറിയാമോ? കോടീശ്വരൻ എന്നതൊക്കെ പറയും. എടാ ഇന്ന് ബസ്സിൽ വെച്ച് നീ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തില്ലേ? ഇത് അവസാനത്തെ കേട്ടോ. വേണ്ട ചേട്ടാ, എനിക്ക് വേണ്ട. അതെടുത്തല്ലോ, ചെറുക്കൻ്റെ മണിക്കൊണ്ട് ഇട്ടിട്ട് പോയത്. അത് തന്നെ. അതിനായി തോടെ ഒന്നാം സമ്മാനം 1 കോടി രൂപ. 1 കോടി? അങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ അന്വേഷിച്ചുറപ്പിക്കാതെ ഞാൻ പറയുമോ? എന്റെ അള്ളാണ് സത്യം. നോക്കി കണ്ടോ, ഇത് ഞാൻ എടുത്ത ടിക്കറ്റ്. ഇത് 50, 80 കണ്ട. നിന്റെ 50, 81 ആ ടിക്കറ്റ് എടുത്ത്. 1, 2 അല്ല, 1 കോടിയാ. 1 കോടി ആ ടിക്കറ്റ് എടുക്ക. മടച്ചോനെ, എവിടെ പിന്നെ ആ പാൻ്റെ പകുതി കാണും. ആ കുടങ്ങിയതാ. ആ ഉണ്ടോ? പിന്നെ പടച്ചോനെ, നീ അതുകൊണ്ട് കളഞ്ഞ? 1, 2 അല്ല, 1 കോടി രൂപയാ. സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നീ എവിടേക്കാ പോയേ? ബസ് ഇറങ്ങിയിട്ട് നീ ആദ്യം എവിടേക്കാ പോയത്? ആലോചിക്കട്ടെ. ഹസനെ, ഹസനെ, ലോട്ടറി പോയ സ്ഥലം പിടുത്തം കിട്ടി. പക്ഷേ അതവിടെ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല ഹസനെ. നീ കാര്യം പറ, അതെവിടെയാ? ഞാൻ ആശാനോട് ബസ് വെച്ച് പറഞ്ഞില്ലായിരുന്നോ ഒരാളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നേന്ന്? അതെ, അതവിടെ. സാറേ സാറേ ഒന്ന് പിടിക്കും. ബാക്കി നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. നീ ഒരു പലഹാരം ഉണ്ടാക്കണ്ട, എന്നിട്ട് പോടാറുണ്ട് മനുഷ്യൻ മെനക്കെടുത്താൻ. സാറേ ഇത് കണ്ടോ, 1 കോടിയുടെ ലോട്ടറി. ഇതെങ്ങാനും എനിക്ക് അടിച്ച സാറ് ചോദിച്ച കാശ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഉറപ്പ്? നോക്കട്ടെ നോക്കട്ടെ. പോട്ടെ. നിനക്ക് ആ ബാർ എവിടെ? അതൊക്കെ അറിയാം.
എന്നാലും 1 കോടി രൂപ കൈ കിട്ടിയിട്ട് പോയല്ലോ ആശാനെ. ഇവിടെ ഭാഗ്യമുണ്ട് നിനക്കത് കിട്ടും. വാ. എത്ര പേര് കയറി ഇറങ്ങുന്ന ബാറാത്. പിന്നെ ആളുകൾ മാറി കരുതുന്ന സോഡ കുപ്പി തപ്പാൻ അവിടെ ഉണ്ടാവും ആശാനെ. എടാ നീ ഇത് കക്ക മോട്ടിക്കൊന്നും ചെയ്തല്ലോ. മോളിരിക്കുന്ന ആളാ നിനക്ക് 1 കോടി തന്നത്. അങ്ങനെ തന്നെ ടിക്കറ്റ് തപ്പിയിട്ട് തരും. നീ വാ. മതി, അടുത്ത